ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഓൾമൻ ചാനൽ. ഇന്ന് ഞാനൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഫ്രണ്ട്സ് വന്നേക്കുന്നത്. ഒരു പുഡിംഗ് റെസിപ്പിയാണ്. അതും നമ്മുടെ ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു ഈസി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അതെല്ലാവരിലേക്ക് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. ഒരു കാര്യത്തോടെ ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ബനാന പുഡിങ്ങിന് ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ഏത്തപ്പഴം, ഞാൻ 2 ചെറിയ ഏത്തപ്പഴം എടുത്തേക്കുന്നത്. അതിങ്ങനെ ചെറിയ പീസാക്കി അരിഞ്ഞത്. വലുതാണെങ്കിൽ ഒരെണ്ണം മതി. പിന്നെ ഇത് ഒരു ചെറിയ തേങ്ങ, മീഡിയം സൈസ് തേങ്ങയുടെ പാലാണ്. പിന്നെ ഒരു പിടി തേങ്ങ തിരുവിയത് വേറെ വേണം. നട്ട്സ് ആഡ് ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനാണ്. ഇപ്പം ഞാൻ കുറച്ച് കാഷ്യൂം എടുത്തിട്ടുണ്ട്, പിന്നെ ബദാം എടുത്തിട്ടുണ്ട്, ഉണക്കമുന്തിരി കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ കോൺഫ്ലോറിൻ്റെ പൗഡർ, നെയ്യ്, പഞ്ചസാര, പിന്നെ ഇതിൻ്റെ കൂടെ എസൻസ്, വാനിലയുടെ എസൻസാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ആദ്യം പാൻ ചൂടാക്കി കഴിയുമ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചിട്ട് അത് നമ്മുടെ നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആദ്യം ഉണക്കമുന്തിരി ഇട്ടില്ല, ആദ്യം നമ്മളെ ബദാമും കാഷ്യൂ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം അതിൻ്റെ കൂടെ ഉണക്കമുന്തിരി ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കണം. അതിനുശേഷം വീണ്ടും നമ്മൾ പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് നമ്മളുടെ ഏത്തപ്പഴം സ്ലൈസാക്കി വെച്ചേക്കുന്ന ഏത്തപ്പഴം ആഡ് ചെയ്യണം. അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. കാരണം മൂട്ടി പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ബ്രൗണിഷ് കളർ ആകുമ്പം വേണം നമ്മളിത് ഓഫ് ചെയ്യാൻ വേണ്ടി. കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഏത്തപ്പഴത്തിൻ്റെ അകത്ത് നമ്മൾ ഇത്തിരി പഞ്ചസാര ആഡ് ചെയ്യും. നമ്മുടെ ഇഷ്ടമാണ് ടേസ്റ്റ്, പഞ്ചസാര മധുരം എന്തുവരെ വേണ്ടതെന്നുള്ളത്. ഇപ്പം ഞാൻ 2 സ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ തിരികെ വെച്ചിരിക്കുന്ന തേങ്ങ ഒരു പിടിയുണ്ടല്ലോ, അതും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ തേങ്ങ അറിയാമല്ലോ, ഒരു ബ്രൗൺ കളർ ആവണം തേങ്ങയും. എന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വരും. ഏത്തപ്പഴമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ നെയ്യിലിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേനും വരുന്നത്. ഇത് തന്നെ ഒരു ഇത്തിരി എടുത്ത് നാക്കി വെച്ച് നോക്കിയാൽ എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. അപ്പം ഇത് നല്ലതായിട്ട് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. പിന്നെ നമ്മൾ ഇതിന് തേങ്ങാപ്പാലുണ്ടല്ലോ, അത് പാനിലേക്ക് ഇട്ടിട്ട് ചെറിയ ചൂടാവുമ്പം ഇതിലേക്ക് നമ്മളെ കോൺഫ്ലോർ പൗഡർ 2 സ്പൂണാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 2 സ്പൂൺ കോൺഫ്ലോർ പൗഡർ ആഡ് ചെയ്യുക. അതിൽ കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഇളക്കി അതിനകത്തേക്ക് ഇതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യണം, നമ്മുടെ ഇഷ്ടത്തിന് ഷുഗർ. ഇതിൽ ഞാൻ 2 സ്പൂൺ ഷുഗറാണ് ഇതിലും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 സ്പൂൺ ഷുഗറാണ്. അത് ഷുഗറൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളകി കുറുകി വരുന്നിടം വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. തേങ്ങാപ്പാലാണ്, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് പ്രിപ്പയർ ചെയ്യാൻ. പിന്നെ ഇതിലേക്ക് നമ്മുടെ വാനില എസൻസ് ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ അതുകൂടെ ആഡ് ചെയ്തിട്ട് പാൻ ഓഫാക്കി തണുക്കാൻ വെക്കുക. പിന്നെ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സ് നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടു. അതിന് മുകളിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്രീം ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ നട്ട്സ് കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതെല്ലാം റെഡിയാക്കി ഒരു പാത്രത്തിലാക്കിയിട്ട് ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ തണുക്കാൻ വെക്കണം. ഒരു 2 അവർ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ബനാന പുഡിംഗ് ഇതാ റെഡി ആയിരിക്കുകയാണ്. ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. പിള്ളേരൊക്കെ കഴിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് സൂപ്പറായിരുന്നെന്ന്. പറയാതിരിക്കാൻ വയ്യ, സംഭവം സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ഇവിടെ 2 പേരും അത് നല്ലതായിട്ട് അടുത്ത് കേട്ടിട്ടുണ്ട്. അത്ര അടിപൊളിയൊന്നും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.